എല്ലാ കൂട്ടുകാർക്കും PSC എഡിഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒക്ടോബർ മാസത്തെ PSC എക്സാം കലണ്ടറുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ PSC എക്സാം കലണ്ടറിൽ കൃത്യമായും കൺഫർമേഷന് ശേഷമുള്ള വിവരങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളും അതും ആ തസ്തികകളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു 7ഓളം ജനറൽ പരീക്ഷകൾ, അതായത് 7ഓളം പൊതു പരീക്ഷകളുടെ പൂർണ്ണ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 503/2023 കാറ്റഗറിയിൽ വരുന്ന, അതായത് വേരിയസ് LDCയുടെ കാറ്റഗറിയിൽ വരുന്ന 4ഓളം പരീക്ഷകൾ നടക്കുന്ന ഒരു മാസം കൂടിയാണ് ഒക്ടോബർ. അതുപോലെ തന്നെ കേരള ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് റൂൾസ് നിലവിൽ വന്നതിന് ശേഷം കേരള ബാങ്കിലേക്ക് നടക്കുന്ന ആദ്യ പരീക്ഷകളുടെ മാസം കൂടിയാണ് ഒക്ടോബർ മാസം. അത്തരത്തിൽ സുപ്രധാനമായ കുറേയധികം പരീക്ഷകൾ നടക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒക്ടോബർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസം ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട മാസമാണ്. പൂർണ്ണമായും ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ആദ്യം നമുക്ക് നോക്കാനുള്ളത് 503/2023 വേരിയസ് LDC പെടുന്ന 4ഓളം ജില്ലകളിൽ ആദ്യം വരുന്നത് എറണാകുളമാണ്. എറണാകുളത്തിൻ്റെ പരീക്ഷ നടക്കുന്നത് ഒക്ടോബർ മാസം 5-ാം തീയതിയാണ്. എറണാകുളം ജില്ലയുടെ ഹാൾ ടിക്കറ്റ് നമുക്ക് കൃത്യമായും സെപ്റ്റംബർ മാസം 20-ാം തീയതി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഒക്ടോബർ 5-നാണ് എക്സാം എന്ന് ആൾറെഡി പറഞ്ഞു. എറണാകുളം ജില്ലയിലേക്ക് വന്ന ആകെ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് 1,12,857 പേരാണ്. അതായത് 1,00,000-ൽ പുറത്ത് അപേക്ഷകർ വന്ന വലിയ ജില്ലകളിൽ ഒന്നുകൂടിയാണ് എറണാകുളം. എന്നാൽ സാഹചര്യം മാറി മറിയുന്നൊരു സ്ഥിതി ഉണ്ടായി. അതായത് ഏകദേശം 31,818 പേർ കൺഫർമേഷൻ കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രത്തോളം അപേക്ഷകൾ അസാധുവാകുന്ന സാഹചര്യം ഉണ്ടായി. നിലവിലെ അപേക്ഷകളുടെ എണ്ണം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത് പോലെ തന്നെ 81,039 ചുരുങ്ങുന്നൊരു സാഹചര്യം എറണാകുളം ജില്ലയിലുണ്ടായി. അതായത് ഒരു അത്യാവശ്യം ഒരു മത്സര വീര്യം നിങ്ങൾ കാഴ്ചവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി ഉറപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നിലവിൽ എറണാകുളം ജില്ലയിലുണ്ട് എന്നത് സുനിശ്ചിതമാണ്. ഇനി അതേ ദിവസം നടത്തപ്പെടുന്ന മറ്റൊരു വേരിയസ് LDC എക്സാമാണ് വയനാട് ജില്ലയിലേത്. വയനാട് ജില്ലയിലും ഒക്ടോബർ മാസം 5-ാം തീയതി തന്നെയാണ് എക്സാം. സെപ്റ്റംബർ മാസം 20-ാം തീയതി നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വയനാട് ജില്ലയിലേക്ക് വന്ന അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് 40,267 പേരാണ്. എന്നാൽ ഫൈനൽ കൺഫർമേഷന് ശേഷം അവിടെയും ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ നല്ലൊരു കുറവുണ്ടായി. ഏകദേശം 11,042 ഉദ്യോഗാർത്ഥികൾ അവരുടെ അപേക്ഷകൾ അസാധുവാകുന്ന സാഹചര്യം നിലവിൽ വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ 30,000-ൽ താഴെ അപേക്ഷകർ പോകുന്ന ആദ്യ ജില്ലയായി വയനാട് മാറുന്നു. വയനാടിലെ ഫൈനൽ കൺഫർമേഷൻ ശേഷമുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 29,225 പേർ മാത്രം. എല്ലാ തവണത്തെ പോലെയും ഇത്തവണയും ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്ന ജില്ലകളുടെ എണ്ണം തിരുവനന്തപുരവും, ഏറ്റവും കുറവ് അപേക്ഷകർ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അല്ലെങ്കിൽ അപേക്ഷകർ വന്ന ജില്ലകളുടെ കാര്യത്തിൽ ഏറ്റവും കുറവ് വന്നത് ഇപ്രാവശ്യവും രേഖപ്പെടുത്തിയത് വയനാട് തന്നെയാണ്. കുറേ കാലങ്ങളായി ആ ഒരു ഇത് തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. അത് ഇപ്രാവശ്യവും ആവർത്തിക്കപ്പെട്ടു. ഇനി നമുക്ക് മലപ്പുറം ജില്ലയിലേക്ക് പോകാം. മലപ്പുറം ജില്ലയിൽ എക്സാം നടക്കുന്നത് ഒക്ടോബർ മാസം 19-ാം തീയതിയാണ്. ഒക്ടോബർ മാസം 5-ാം തീയതി നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. മലപ്പുറം ജില്ലയിലേക്ക് വന്ന ആകെ അപേക്ഷകളുടെ എണ്ണം 1,41,559 പേരാണ്. എന്നാൽ കൺഫർമേഷന് ശേഷം ഇത് 96,047 എന്ന് ചുരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് 1,00,000-ന് പുറത്ത് അപേക്ഷകരുണ്ടായിരുന്ന മറ്റൊരു ജില്ല കൂടിയായിരുന്നു മലപ്പുറം. അതും 1,00,000-ൽ താഴേക്ക് വരുന്നൊരു സാഹചര്യം ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 45,512 അപേക്ഷകളാണ് മലപ്പുറം ജില്ലയിൽ അസാധുവാക്കപ്പെട്ടത്. 45,512 അപേക്ഷകൾ. ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കിയിൽ ഒക്ടോബർ മാസം 19-ാം തീയതിയാണ് എക്സാം. അതുപോലെ തന്നെ നമുക്ക്
ഒക്ടോബർ 5-ന് ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഏകദേശം 45,106 ആകെ അപേക്ഷകൾ വന്ന ഇടുക്കി ജില്ലയിൽ കൺഫർമേഷന് ശേഷം അത് 32,463 എന്ന ഒരു സംഖ്യയിലേക്ക് ചുരുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് ഏകദേശം 12,643 അപേക്ഷകൾ, ഏകദേശം 12,643 അപേക്ഷകൾ അസാധുവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇടുക്കി ജില്ലയിൽ രൂപപ്പെട്ടു. ഇനി നമുക്ക് 065/2024 കേരള ബാങ്ക് OAയിലേക്ക് പോവുകയാണെങ്കിൽ കേരള ബാങ്ക് OAയുടെ പരീക്ഷ നടക്കുന്നത് ഒക്ടോബർ മാസം 26-ാം തീയതിയാണ്. ഏകദേശം ഒക്ടോബർ 11-ന് നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു തസ്തികയിലേക്ക് വന്ന ആകെ അപേക്ഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 2,49,229 എന്നൊരു സംഖ്യയായിരുന്നു. കേരള ബാങ്ക് OAയെ ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച, പൂർണ്ണമായും ഈ ഒരു എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജായ ഒരു വീഡിയോ ഞങ്ങൾ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ പൂർണ്ണമായും ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിൽ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ആ കൺഫർമേഷന് ശേഷം ഒരു 50,000-ൽ താഴെ ഉദ്യോഗാർത്ഥികളുടെ കുറവ് അപേക്ഷകൾ നേരിടും എന്നുള്ളത്. കൃത്യമായും ആ ഒരു കണക്കിനെ ശരിവെക്കുന്ന തരത്തിലാണ് കേരള ബാങ്കിൻ്റെ ആകെ അപേക്ഷകൾ കൺഫർമേഷന് ശേഷം വരുന്നത്. ഏകദേശം 57,517 അപേക്ഷകളാണ് കേരള ബാങ്കിൽ അസാധുവാക്കപ്പെട്ടത്. കൺഫർമേഷന് ശേഷമുള്ള ആകെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അല്ലെങ്കിൽ അപേക്ഷകളുടെ എണ്ണം 1,91,712. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിനെ സംബന്ധിച്ച് ഈ ഒരു അപേക്ഷകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആയതിനാൽ നല്ല രീതിയിൽ പഠിക്കുന്ന വേരിയസ് LGS സിലബസിൽ, നമ്മുടെ LGSൻ്റെ മെയിൻ സിലബസിൽ നല്ല രീതിയിൽ പഠിക്കുന്നൊരു ഉദ്യോഗാർത്ഥിക്ക് പൂർണ്ണമായും കയ്യിലൊതുക്കാൻ പറ്റുന്നൊരു എക്സാം തന്നെയാണ് കേരള ബാങ്ക് OA. അത്തരത്തിൽ ആ ഒരു എക്സാമിനെ അത്തരത്തിൽ സമീപിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളത് സുനിശ്ചിതമാണ്. ഇനി കേരള ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് റൂൾസിന് കീഴിൽ വരുന്ന മറ്റൊരു എക്സാം ആയിരുന്നു കേരള ബാങ്ക് കാഷ്യർ. 063/2024 കാറ്റഗറി നമ്പർ വരുന്ന ഈ ഒരു എക്സാമിൻ്റെ പരീക്ഷ നടത്തപ്പെടുന്നത് ഒക്ടോബർ മാസം 23-ാം തീയതിയാണ്. ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് നമുക്ക് ഒക്ടോബർ മാസം 9-ാം തീയതി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം 70,000-ൽ പുറത്ത് അപേക്ഷകൾ വന്ന ആ ഒരു കാറ്റഗറി നമ്പറിലേക്ക് 63,388 ചുരുങ്ങുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. 70,000-ൽ പുറത്ത് അപേക്ഷകർ വന്ന ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് 63,388 എന്ന നമ്പറിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യമുണ്ടായി. അതായത് ഏകദേശം 13,763 അപേക്ഷകരുടെ കുറവ് ഈ ഒരു തസ്തികയിൽ കാണപ്പെട്ടു. ഇനി മറ്റൊരു ജനറൽ എക്സാമാണ് അസിസ്റ്റൻറ്റ് ബാങ്ക് മാനേജർ. അതിന് കൺഫർമേഷൻ ഇല്ല, കാര്യം അതൊരു പ്രിലിംസ് കഴിഞ്ഞ് വരുന്ന തസ്തികയാണ്. അതിലേക്ക് മെയിൻസിലേക്ക് യോഗ്യത ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 18,244. അതിൻ്റെ കട്ട് ഓഫായി പ്രഖ്യാപിക്കപ്പെട്ടത് 45.86 എന്നൊരു കട്ട് ഓഫായിരുന്നു. നമുക്കിനി തസ്തികളെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ പരിശോധിക്കാം. ആദ്യം എറണാകുളം ജില്ല നോക്കാം. എറണാകുളം ജില്ലയുടെ കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് 53 മാർക്കായിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്ന് അവസാനമായി LDC തസ്തികയിലേക്ക് അഡ്വൈസ് അയക്കപ്പെട്ടത് ജൂലൈ മാസം 17-ാം തീയതിയാണ്. ഇതുവരെ അഡ്വൈസ് പോയവരുടെ എണ്ണം 763 ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട, ഈ ഒരു എറണാകുളം ജില്ലയിൽ ഉൾപ്പെട്ട, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 1,186. അപ്പോൾ 1,186 പേരുള്ള മെയിൻ ലിസ്റ്റിൽ നിന്നും 763 പേർക്ക് നിലവിൽ നിയമനം ലഭിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ. ഇനി കഴിഞ്ഞ വർഷത്തെ നിയമനം പരിശോധിക്കുകയാണെങ്കിൽ 1,164 അഡ്വൈസാണ് ഏകദേശം എറണാകുളം ജില്ലയിൽ നിന്നും പോയിട്ടുള്ളത്. ഇനിയും ഏകദേശം ഒരു വർഷത്തോളം കാലാവധി ഈ ലിസ്റ്റിനുണ്ട്. ഇനി ഒരു 400ഓളം ഒഴിവ് പോകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. എങ്കിൽ മാത്രമേ കഴിഞ്ഞ വർഷത്തെ അഡ്വൈസിനോടൊപ്പം എത്തുകയുള്ളൂ. ഇനി
എറണാകുളം ജില്ലയുടെ മറ്റു നിയമനില പരിശോധിക്കാം. OC നിലവിൽ 507 റാങ്ക് വരെ എത്തിയിട്ടുണ്ട്. ഈഴവ 534, SC സപ്ലിമെൻ്ററി 11ലേക്ക് പോയിട്ടുണ്ട്, ST സപ്ലിമെൻ്ററി 21ലേക്ക് പോയിട്ടുണ്ട്, മുസ്ലിം 818 റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്, ലാറ്റിൻ കത്തോലിക് 644, OBC 550, വിശ്വകർമ്മ 531. ഇതാണ് നിലവിലെ എറണാകുളം ജില്ലയുടെ നിയമനനില എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇടുക്കി ജില്ല പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കട്ട് ഓഫ് 49. നിലവിലെ അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 370. ലിസ്റ്റിൽ ഉൾപ്പെട്ട ആകെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആകെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 587. കഴിഞ്ഞ വർഷത്തെ അഡ്വൈസ് എന്ന് പറയുന്നത് 587. ഇപ്രാവശ്യം എത്രയാണോ മെയിൻ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ അഡ്വൈസ് എന്ന് പറയുന്നത്, ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത്. ഇനിയും ഏകദേശം 1 വർഷത്തോളം കാലാവധിയുള്ള ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഇനിയും ഒരു 200ഓളം ഒഴിവ് പോവുകയാണെങ്കിൽ മാത്രമേ കഴിഞ്ഞ വർഷത്തെ അഡ്വൈസിനോടൊപ്പം എത്താൻ സാധിക്കുകയുള്ളൂ. അത് പോകുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഇനി ഇടുക്കി ജില്ലയുടെ മറ്റു നിയമനിലയിലേക്ക് കടക്കുകയാണെങ്കിൽ OC 258, ഈഴവ 263, SC സപ്ലിമെൻ്ററി 14, ST സപ്ലിമെൻ്ററി 10, മുസ്ലിം 361, ലാറ്റിൻ കത്തോലിക് 341, OBC 261, വിശ്വകർമ്മ 418. ഇനി നമുക്ക് നോക്കാനുള്ളത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയുടെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫായി പ്രഖ്യാപിക്കപ്പെട്ടത് 53 മാർക്കാണ്. ഇതുവരെ നടന്ന നിയമനങ്ങളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 692. ലിസ്റ്റിൽ ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 997. കഴിഞ്ഞ വർഷത്തെ ആകെ നിയമനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 1016. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട മറ്റു നിയമനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ OC 460, ഈഴവ 462, SC സപ്ലിമെൻ്ററി 13, ST സപ്ലിമെൻ്ററി 15, മുസ്ലിം 461, LC സപ്ലിമെൻ്ററി 11, OBC 487, വിശ്വകർമ്മ 478. ഇനി നമ്മൾ വയനാട് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ വയനാട് ജില്ലയിലെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫായി വന്നത് 50 മാർക്കായിരുന്നു. ഇതിൽ നിന്നും ഇതുവരെ നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 267. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആകെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 372. കഴിഞ്ഞ വർഷം ലഭിച്ച ആകെ അഡ്വൈസുകളുടെ എണ്ണം 358. അതായത് ഒരു വർഷം കൊണ്ട് ഏകദേശം 100 താഴെ അഡ്വൈസ് മാത്രം പോയാൽ മതിയാകും വയനാട് ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ അഡ്വൈസിലേക്ക് എത്താൻ. ഉറപ്പായും വയനാട് ജില്ല അത് കവർ ചെയ്യും എന്ന് തന്നെയാണ് ഈ ഒരു നിയമനില നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. OC 169 വരെ പോയി, ഈഴവ 170, SC സപ്ലിമെൻ്ററി 12, ST സപ്ലിമെൻ്ററി 4, മുസ്ലിം 296, LC സപ്ലിമെൻ്ററി 4, OBC 167, വിശ്വകർമ്മ 141 റാങ്ക് വരെ പോയിട്ടുണ്ട് ഈ ഒരു റാങ്കിൽ നിന്ന്. ഇനി കേരള ബാങ്ക് കാഷ്യർ, കേരള ബാങ്ക് OA അസിസ്റ്റൻറ്റ് മാനേജർ, ഇതെല്ലാം PSC ആദ്യമായി അവരുടെ പരിധിയിൽ കൊണ്ടുവന്ന് കേരള ബാങ്കിൽ നിന്നും അവരുടെ നോട്ടിഫിക്കേഷനിൽ പ്രസിദ്ധപ്പെടുത്തി നടത്തുന്നൊരു പരീക്ഷകളാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ റാങ്ക്സ് ഒന്നും നിലവിലില്ല. കേരള ബാങ്ക് കാഷ്യറിലേക്ക് നിലവിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ എണ്ണം 115, കേരള ബാങ്ക് OA ആവട്ടെ 125, അസിസ്റ്റൻറ്റ് മാനേജർ ആവട്ടെ 150. ഏകദേശം ഈ 3 പോസ്റ്റുകളും അത്യാവശ്യം വേക്കൻസിയുള്ള പോസ്റ്റുകൾ തന്നെയായി കാണപ്പെടുന്നു. കാര്യം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഇത്രയധികം വേക്കൻസിയിലുള്ള മറ്റ് പോസ്റ്റുകൾ നമുക്ക് വളരെ ചുരുക്കമായി മാത്രം കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് വരുന്ന മുറയ്ക്ക് ഈ ഒരു എണ്ണത്തിൽ കാര്യമായ വർധന ഉണ്ടാവും. അതുകൊണ്ട് ഈ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് പരീക്ഷയുള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യമായി പഠിക്കുക, ജോലികൾ ഉറപ്പിക്കുക. ഇനി കേരള ബാങ്ക് OAയുടെ സിലബസ് ആണെങ്കിൽ വേരിയസ് LGSൻ്റെ സിലബസാണ്. വേരിയസ് LGSൻ്റെ മെയിൻ സിലബസ് എന്താണോ അത് തന്നെയാണ് കേരള ബാങ്ക് OAയുടെ സിലബസ്. കൃത്യമായും അത് ഹൃദയസ്ഥമാക്കി പഠിക്കാൻ ശ്രമിക്കുക. ആ ഒരു സിലബസ് ഓറിയൻ്റായി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി അസിസ്റ്റൻറ്റ് മാനേജർ ആണെങ്കിൽ ഡിഗ്രി മെയിൻസിൻ്റെ സിലബസാണ് അതിൻ്റെ മെയിൻസ് എക്സാമിൻ്റെ സിലബസായി വരുന്നത്. ഇനി കേരള ബാങ്ക് കാഷ്യർ, ക്ലർക്കം കാഷ്യർ തസ്തികയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട കുറച്ചധികം ടോപ്പിക്കുകളുണ്ട്. അതാണ് ആ ഒരു BCom അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വിഷയം പഠിച്ചവർക്ക് മാത്രമേ ആ ഒരു എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടോപ്പിക് അല്ലെങ്കിൽ
ആ ഒരു സബ്ജക്റ്റ് ഓരോ ടോപ്പിക്സിൻ്റെ ഒരു ആധിക്യം ഈ ഒരു എക്സാമിൽ കാണാൻ സാധിക്കും ക്ലർക്ക് കം കാഷ്യർ തസ്തികയിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ കോർപ്പറേഷനിൽ നിന്നും 50ഓളം മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട 40ഓളം ചോദ്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ IT ആൻഡ് സൈബർ ലോയുമായി ബന്ധപ്പെട്ട 10ഓളം ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ ആകെ 100 ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങൾ, ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട 40 ചോദ്യങ്ങൾ, IT ആൻഡ് സൈബർ ലോയുമായി ബന്ധപ്പെട്ട 10ഓളം ചോദ്യങ്ങൾ, ആകെ 100 ചോദ്യങ്ങളുണ്ടാവും. ഇതാണ് കേരള ബാങ്ക് കാഷ്യറിൻ്റെ തസ്തികയുമായി ബന്ധപ്പെട്ട മാർക്ക് വിവരങ്ങളും അതിൻ്റെ പട്ടിക തിരിച്ചുള്ള സിലബസും. ഇത്തരത്തിൽ ഇതാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ നമ്മുടെ എക്സാം ഒക്ടോബർ മാസത്തെ ഫൈനൽ കലണ്ടറിൻ്റെ ആകെ ഒരു വിശദീകരണം. ഇത് മനസ്സിലാക്കി ഈ മാസങ്ങൾ പരീക്ഷയുള്ളവർ കൃത്യമായി ഒരു പഠനം നടത്താൻ ശ്രമിക്കുക. ഈ ഒരു ഉദ്യോഗം കൈക്കുള്ളിലാക്കാൻ ശ്രമിക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിൽ ഇൻഫർമേറ്റീവായ വീഡിയോകൾ സമയബന്ധിതമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതുകൊണ്ട് എല്ലാവരും കൃത്യമായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൃത്യമായും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. സമയബന്ധിതമായി നമ്മൾ മറുപടി ചെയ്യാൻ ശ്രമിക്കും. ഇനി ഇത്തരത്തിലുള്ള കൃത്യമായ അപ്ഡേഷൻ സമയബന്ധിതമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായും ആ ഒരു ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റായി PSC അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കും. കറണ്ട് അഫെയറുകൾ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു ചാനലാണ്. ഏകദേശം 5000ഓളം പേർ ജോയിൻ ചെയ്തൊരു ചാനലാണ്. നിങ്ങളെല്ലാവരും ആ ഒരു ചാനലിൽ കൂടി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുന്നു. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നിങ്ങളിലേക്ക് ഉടനെത്താം. അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.